പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ലോകത്താരും പരിചയപ്പെടാത്ത പോലെ നല്ല അസലായിട്ട് രണ്ടാളും പരിചയപ്പെട്ടിട്ടുണ്ട് മാഷേ. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് സഞ്ജു അത് പറഞ്ഞ നിമിഷം തന്നെ ആദിയുടെ കൈകൾ അവനെ കയ്യിൽ പിടിച്ച് ഞെരിക്കുന്നുണ്ടായിരുന്നു. പ്രിയ അത് വ്യക്തമായി കാണുകയും ചെയ്തു. അവൾ നോക്കുന്ന കണ്ടതും ആദി പെട്ടെന്ന് കൈവലിച്ച് പുറകിലേക്ക് എട്ടി നിന്നു. ഓഹോ, അപ്പൊ മാഷ് സത്യം അറിയുന്നതിനെ കുറിച്ച് നല്ല പേടിയുണ്ടല്ലേ? കാണിച്ചു തരാട്ടോ സാറിന്. പ്രിയ അവനെ നോക്കി ചിരിയോടെ തലയാട്ടി. അതെന്താടാ അങ്ങനെ ഒരു സ്പെഷ്യൽ കണ്ടുമുട്ടല്ലേ? മാഷിന്റെ നെറ്റി ഒളിഞ്ഞു. കണ്ടുമുട്ടലല്ല മാഷെ, കൂട്ടിമുട്ടലെന്ന് പറയണം. സഞ്ജു വീണ്ടും പറഞ്ഞതും ആദ്യം അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് കണ്ണുരുട്ടി കാണിക്കുന്നെല്ലാം പ്രിയ ഒളി കണ്ണോടെ കാണുന്നുണ്ടായിരുന്നു. അവരുടെ ഭാവം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അവരുടെ അരികിൽ നിൽക്കുന്ന ഇന്ദുവിനും ചിരി വരുന്നുണ്ട്. എന്തോ ഉടായ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ മക്കളെ. മാഷ അവരെ ചുഴിഞ്ഞു നോക്കിയോണ്ട് പറഞ്ഞു. മുത്തച്ഛൻ വരുന്നുണ്ടോ? പോവണ്ടേ? വന്നിട്ടിപ്പോ എത്ര നേരമായി? ഇനിയും മിണ്ടാതെന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും ആദ്യം മാഷിനെ നോക്കി ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. ഈ കാലം വരെ അമ്പലത്തിൽ വെറുതെ പോലും കയറാത്ത നീ ഇന്നെന്തോ കളഞ്ഞു പോയത് വെള്ളം ഓട്ടം കണ്ടല്ലോ കുറച്ചു മുന്നേ. എന്തായിരുന്നു കാരണം? മാഷിന്റെ കണ്ണുകൾ അവന് നേരെ കൂർത്തു. അതവനാ സഞ്ജു പറഞ്ഞു മുഴുവനാക്കും മുന്നേ ആദ്യം അവന്റെ വാബുദ്ധി കഴിഞ്ഞിരുന്നു. അതൊന്നുമില്ല, ഞാൻ വെറുതെ. മാഷിനെ നോക്കിയത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടരികിൽ അവനെ നോക്കിക്കുന്ന പ്രിയൊന്ന് തുറിച്ചു നോക്കാനും ആദ്യം മറന്നില്ല. അവളൊരു പുച്ഛത്തോടെ ആ നോട്ടത്തെ നേരിട്ടു. മൊത്തത്തിലൊരു വശപ്പശകം ഉണ്ടല്ലോ. മാഷി വീണ്ടും അത് തന്നെ പറഞ്ഞു. അതൊക്കെ മാഷിന്റെ തോന്നില്ല. ഞങ്ങൾ തമ്മിൽ വളരെ മാനിയായിട്ട് തന്നെയാണ് മാഷി മീറ്റ് ചെയ്ത്. മാധവ മാഷിന്റെ കൊച്ചുമോൻ ആ പദവിയുള്ള ബഹുമാനം വെച്ചിട്ട് തന്നെയാ എന്നോട് ഇടപെട്ടു. എന്തേ അതുപോലെ? പ്രിയ ചിരിയോടെ മാഷിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. അവൾ മനഃപൂർവ്വം തന്നെ കളിയാക്കി പറയുന്നതാണെന്ന് മനസ്സിലായതും ആദിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. അതേ നിമിഷം തന്നെ അവന്റെ കൈകൾ സഞ്ജുവിന്റെ കയ്യിലും മുറുകുന്നുണ്ടായിരുന്നു. സഞ്ജു കുതിരി മാറാൻ ശ്രമിച്ചിട്ട് അവന്റെ ദേഷ്യം മുഴുവനും ആ കൈകൾ ഏറ്റെടുത്ത പോലെയുള്ള ഭാരമുണ്ടായിരുന്നു. സമാധാനം. ഇവനെ മൂക്കതാശുണ്ടി തൊട്ടതിനും പിടിച്ചതിനെല്ലാം വെറുതെ ദേഷ്യം കാണിക്കും. എനിക്ക് ആ പേടിയുണ്ടായിരുന്നു. മാഷി ഒരു ചിരിയോടെ പ്രിയയെ നോക്കി. അതെതിരെ നിൽക്കുന്ന ഒരു പോരായിട്ടാ മാഷെ. നല്ല നാളിനും കിട്ടിയ ആ ദേഷ്യമൊക്കെ പമ്പ് കിടക്കും. ആദിയുടെ ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി പ്രിയ പറഞ്ഞു. എങ്കിൽ കൊടുക്കുന്നതിന്റെ ശവട കൂടിയിട്ടേ ഒപ്പം വന്നയാൾക്ക് പോവാനാവൂ. രൂക്ഷമായി പ്രിയയെ നോക്കി ആദി പറഞ്ഞു. ആദി. മാഷിന്റെ ഗൗരവം നിറഞ്ഞ വിളിയെത്തി. അമ്പലത്തിലാണെന്ന് കൂടി ഓർമ്മയില്ലേ നിനക്ക്? മാഷി ഒരു ശാസനയോടെയാണത് ചോദിച്ചു. സോറി. പതിയെ പറഞ്ഞുകൊണ്ട് അവൻ മുഖം കുനിച്ചു. അതിനിപ്പോ നീ എന്നോട് സോറി പറയുന്നത് എന്തിനാടാ? മുത്തച്ഛൻ വരുന്നുണ്ട്, വാ, എനിക്ക് പോണം. ആദ്യ അക്ഷമയോടെ മാഷി നോക്കി ചോദിച്ചു. അതിന് ഞാൻ വന്നിട്ട് തൊഴുതിട്ടില്ലടാ മോനെ. മാഷ അവനെ നോക്കി പറഞ്ഞു. അമ്പലത്തിൽ വന്ന അതിനല്ലേ? പ്രിയെ തുറിച്ചു നോക്കിക്കൊണ്ടാണ് ആദ്യം അത് ചോദിച്ചത്. 3-4 ദിവസം കൂടിയിട്ട് പ്രിയെ കണ്ടപ്പോൾ നിന്ന് പോയതാ ഞാൻ. ഇനിയിപ്പോ തൊഴുതിട്ട് വരാം. മാഷ് പറഞ്ഞു. മാഷേ, ഇവളെ കൂടി കൊണ്ടുപോയിക്കുന്ന, ഇവളും തൊഴുതിട്ടില്ല. ഇന്ദുവിനെ തള്ളിക്കൊണ്ട് പ്രിയ പറഞ്ഞു. നീയോ? മാഷ് പ്രിയെ നോക്കി ചോദിച്ചു. പ്രിയ കയ്യിൽ ചുരുട്ടി പിടിച്ച പ്രസാദ് നിവർത്തി കാണിച്ചുകൊണ്ട് മാഷിനെ നോക്കി ചിരിച്ചു. നീ വരുന്നോടാ? മാഷ് ആദ്യം നോക്കി ചോദിച്ചു. ഞാനില്ല. അറുത്തു മുറിച്ചുകൊണ്ടുള്ള അവന്റെ മറുപടി കേട്ടിട്ടും മാഷി ചിരിക്കുകയാണ് ചെയ്ത്. പ്രിയ തുറിച്ചു നോക്കുന്ന കണ്ടിട്ടും ആദ്യം അവളെ മൈൻഡ് ചെയ്തില്ല. നീയോ? സഞ്ജുവിനോട് കൂടി ചോദിച്ചുകൊണ്ടാണ് മാഷ് മുന്നോട്ട് നടക്കുന്നത്. എന്തേ നീ പോണില്ലേ? മാഷ് വിളിച്ചിട്ട് അനങ്ങാൻ നിൽക്കുന്ന സഞ്ജുവിനെ നോക്കി ആദ്യം ചോദിച്ചു. പോണം. പിന്നെന്താ, പോയിക്കൂടെ? അല്ലടാ, നിന്നോട് ഒറ്റക്കാക്കി. സഞ്ജു പ്രിയെ പാളി നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ എന്നെ ഇവള് പിടിച്ച് വിഴുങ്ങുമല്ലേ? മര്യാദക്ക് പോയി വാടാ. മാഷ് കുറച്ച് മുന്നോട്ട് നടന്നു എന്ന് കണ്ടതും ആദ്യം അല്പം ഒച്ച ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, ഞാനൊന്നും ചെയ്യില്ല. ഇത്രയും വിഷമുള്ള സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ പൊതുവെ വിഴുങ്ങി കളയാറില്ല. ചേട്ടൻ ധൈര്യമായിട്ട് പോ ചേട്ടാ. പ്രിയ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ആദ്യം അവൾക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു. അവൾക്ക് പക്ഷേ യാതൊരു കൂസലുമില്ല. ഇനി ഇവിടെ നിന്നാൽ പ്രിയെ കൊടുക്കാനുള്ള താൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മനസ്സിലായതും സഞ്ജു മാഷിനൊപ്പം എത്താൻ ഓടിയിരുന്നു. ഇനി അവളോട് വല്ലതും മിണ്ടിയാൽ താൻ പരിസരം പോലും മറന്നിട്ട് വല്ലതും പറഞ്ഞു പോകുമെന്ന് പേടിയുള്ളതുകൊണ്ട് തന്നെ ആദ്യം ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവിടെയുള്ളൊരു കൽപ്പടവിൽ പോയിരുന്നു. ഇയാൾ നിരീശ്വരവാദിയാണല്ലേ? പ്രിയ അവനിരുന്നതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് ഇരുന്നുകൊണ്ട് ആദ്യം നോക്കി ചോദിച്ചു. ആണെങ്കിൽ? അവൻ്റെ കണ്ണുകൾ കൂർത്തു. ആണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഇത് വിശ്വാസികൾ വരുന്നിടാ. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ചുറ്റും നോക്കിയിട്ട് അവളെ കളിയാക്കും പോലെ ആദ്യം ചോദിച്ചു. എഴുതി വെച്ചാൽ മാത്രമേ അനുസരിക്കുക എന്നുള്ളത് അത്ര നല്ല ശീലല്ല കൊച്ചുമോനെ. പ്രിയൻ ചിരിയോടെ പറഞ്ഞു. ആരാണ് നിന്റെ കൊച്ചുമോൻ? ആദി ചാടി എഴുന്നേറ്റുകൊണ്ട് അവിടെ മുമ്പിലെത്തി.
തോളിൽ നിന്ന് ഊർന്നു വീണ ഷർട്ട് കുനിഞ്ഞെടുത്തുകൊണ്ടവൻ അവളെ തുറിച്ചു നോക്കി. എൻ്റെ അല്ല, മാധവ മാഷിന്റെ നല്ലവനായ കൊച്ചുമോനെന്നാ ഞാൻ വിളിച്ചത്. പ്രിയ വീണ്ടും ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ നീ കുറെ അങ്ങ് വിളിക്കണ്ട, എഴടി മരം കേറി. ആദി വീണ്ടും അവിടെ തന്നെ ഇരുന്നുകൊണ്ട് മറ്റെങ്ങോ നോക്കിയിരുന്നു. ദൈവത്തെ വിശ്വാസത്തിൽ പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? വീട്ടിലിരിക്കായിരുന്നു. പ്രിയ വിടാനുള്ള ഭാവമില്ലാത്ത പോലെ വീണ്ടും പറഞ്ഞു കേട്ടതും ആദി പല്ലടിച്ചുകൊണ്ട് കണ്ണടച്ച് പിടിച്ച ഒരു നിമിഷം. ഈ ലോകത്തിന്റെ ഓരോ ആളുകളും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ വിശ്വാസിയാണ് ഞാൻ. കൈക്കൂലി എന്ന പ്രാർത്ഥന കൊണ്ട് കാര്യം നേടാൻ മാത്രം പ്രത്യേകമായ ഒരിടം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞാൻ തിരഞ്ഞെടുക്കാറില്ല. തന്റെ ഭാഷയിൽ ഇതിനെയാണ് നിരീശ്വരവാദി എന്ന് വിളിക്കുന്നെങ്കിൽ യെസ് ആം. അവൻ ഗൗരവത്തിൽ പറഞ്ഞിരുത്തിയതും പ്രിയയുടെ ചുണ്ടിലൊരു ചിരി മിന്നിപ്പൊലിഞ്ഞു. വീണ്ടും അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ചൊറിയാൻ അവൾക്കും തോന്നുന്നില്ലായിരുന്നു. രണ്ടുപേരും രണ്ടിടത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴും ചുറ്റിലും നടന്നു പോകുന്ന പെൺകുട്ടികളുടെ ആരാധന നിറഞ്ഞ കണ്ണുകൾ ആദിയുടെ നേരെ നീങ്ങുന്നത് പ്രിയ വളരെ വ്യക്തമായി പൊറുക്കി കൂട്ടിയെടുത്തിരുന്നു. താൻ എന്തൊരു അബദ്ധാണ്ടോ ദേവൻ കാണിച്ചത്. പിടിച്ചപിടികൾ അവനെയും കൂട്ടിങ്ങോട്ട് കയറി പോരാനുള്ളതിന് താൻ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് എന്ത് കാര്യം? ദേവൻ ജോണിന്റെ വാക്കുകൾ കേട്ടത് ഊറിച്ചിരിച്ചുകൊണ്ട് കയ്യിലൊരു ഗ്ലാസ്സിലെ മദ്യം ചെറുതായൊന്ന് സിപ്പ് ചെയ്തു. നഗരത്തിലെ 5 സ്റ്റാർ ഹോട്ടലായിരുന്നു ദേവന്റെ താമസം. മനഃപൂർവ്വം അയാൾ വീട്ടിലേക്ക് പോയില്ല. മറിഞ്ഞിരുന്നിട്ടാണ് തനിക്കിനി കളിക്കേണ്ടെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ. ദേവൻ താൻ കേൾക്കുന്നില്ലേ? ജോൺ അക്ഷമയോടെ വീണ് ചോദിക്കുന്ന കേട്ടതും ദേവന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. എൻ്റെ മകന് 2 വയസ്സുള്ള ജോൺ പ്രായം. ചെന്നയുടനെ തൂക്കിയെടുത്ത് കൊണ്ടുപോരാൻ. ദേവന്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ ജോണിലേക്ക് ഒഴുകിയെത്തി. പിന്നെന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ടും പ്ലാൻ ചെയ്തിട്ടാ ഞാനിങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ജോൺ. ദേവന്റെ ചുണ്ടിലൊരു വിജയത്തിന്റെ ചിരിയുണ്ടായിരുന്നു അത് പറയുമ്പോൾ. ഞാൻ നിർബന്ധിച്ചിട്ടല്ലാതെ ഇനി ഒരിക്കലും ഈ നാടിനെ ഓർക്കാൻ കൂടി കഴിയാത്ത വിധം ഇടം വെറുത്തുണ്ടായിരിക്കും എൻ്റെ മകൻ എന്നോടൊപ്പം പോരേണ്ടത്. കുടിലത് നിറഞ്ഞ അയാളുടെ സ്വരം ഫോണിലൂടെ ഒഴുകിയെത്തി. അതെങ്ങനെ സാധ്യമാവും? താൻ തന്നെയല്ലേ പറഞ്ഞ് ആദിത്യനോട് ഒരുപാട് ഇഷ്ടമാണെന്ന്. ജോണിന്റെ സംശയം ന്യായമായിരുന്നു. അതിപ്പോഴല്ലേ ഞാൻ പറഞ്ഞ് ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്. നാണം കെട്ടുകൊണ്ട് ഒരിടത്തുനിന്ന് തിരിച്ചുകൂടിയാ പിന്നെ മരണം വരെയും നമുക്ക് അങ്ങോട്ട് പോവാൻ തോന്നില്ല എന്നൊരു തിയറി ഉണ്ട് ജോൺ. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞാനത് പ്രാക്ടിക്കലാക്കാൻ പോകുന്നു. അത് പറഞ്ഞിട്ട് ദേവനും ചിരിച്ചു. ദേവൻ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? തെളിയിച്ചു പറയൂ. ജോണിന്റെ ആകാംക്ഷ അടക്കാൻ കഴിയാത്ത സ്വരം ദേവന് പെട്ടെന്ന് മനസ്സിലായി. അതങ്ങനെ പറ്റില്ല ജോൺ. ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. ആദ്യം ഞാൻ ആ സ്കൂളിനെ ഒന്ന് പഠിക്കട്ടെ. എന്നിട്ട് എനിക്ക് അവിടെ എൻ്റെ മകന് വേണ്ടി ഇരയാവാൻ പാകത്തിനൊരാളെയും കണ്ടുപിടിച്ച പാതി വിജയിച്ചു. ദേവൻ ഇരിപ്പുറക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലൂടെ പതിയെ നടന്നുകൊണ്ടാണ് അത് പറയുന്നത്. എത്ര കാശ് ഓഫർ ചെയ്തിട്ടായാലും ആ സ്കൂളിൽ ഞാൻ പറയുന്ന പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. എൻ്റെ ആദ്യ പരിശ്രമം അതാണ്. ഇതൊക്കെ നടക്കൂടാ? ജോണിന് സംശയമായിരുന്നു. നടത്തി കാണിക്കും ഞാൻ. ഏറിയാൽ ഒരാഴ്ച കൊണ്ട് ഇതിനൊരു തീരുമാനമാവും. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളെ പൂവറിക്കുന്ന ലാഘവത്തിൽ ഡീൽ ചെയ്ത് വിജയിച്ചു കയറി എനിക്കാണോ ഇത്രയും സിമ്പിൾ കേസ്? അത് പറഞ്ഞിട്ട് ദേവനെന്ന് ഉറക്കെ ചിരിച്ചു. ക്രൂരതയേറിയ ചിരി അങ്ങനെ ആകത്തളങ്ങളിൽ ഒഴുകി. അവസാന പടിയിറങ്ങും മുന്നേ ആദ്യം ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഇങ്ങോട്ട് കയറുമ്പോൾ കാതിനിമ്പം പകർന്ന ആ സ്വരത്തിനുടമയെ കാണാൻ അവൻ അത്രമേൽ കൊതിക്കുന്നുണ്ടായിരുന്നു. മാഷിനൊപ്പം ചേർന്നാണ് പ്രിയും ഇന്ദുവും നടക്കുന്നത്. കുറച്ചു ദൂരം വരെ രണ്ടു കൂട്ടർക്കും പോവേണ്ടത് ഒരേ വഴിയിലൂടെയാണ്. നീ അതിനെയും വിട്ടില്ലടാതി. അവനൊപ്പം നടന്നുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് സഞ്ജു ചോദിച്ചു. അതങ്ങനെ വിടാൻ തോന്നില്ലടാ. ഇപ്പോഴും കാതിൽ മുഴങ്ങി കേൾക്കുന്ന പോലെ ഇത്രയും മനോഹരമായൊരു സ്വരം, അത് ലൈവായിട്ട് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ആദ്യ ആവേശത്തിൽ പറയുന്ന കേട്ടതും സഞ്ജു ഒന്ന് ചിരിച്ചു. കാണാൻ പറ്റാതെ മിസ്സായി. എനിക്കതാ സങ്കടം. കണ്ടിരുന്നെങ്കിൽ ഒരു കൺഗ്രാസ് പറയണമെന്നുണ്ടായിരുന്നു. നിരാശയോടെ ആദ്യം എങ്കിൽ നിനക്കവിടെ ചെന്നിട്ട് ചോദിക്കാൻ പറ്റായിരുന്നടാ ആരാ പാടിയെന്ന്. അതിനുള്ള ടൈം കിട്ടിയ അതിനു മുന്നേ ആ മരം കയറി കാണിച്ചു തന്നില്ലേ നീ? ആദിയുടെ ഭാവം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അതൊക്കെ പോട്ടെ, അവളെന്ത് പറഞ്ഞു? രണ്ടും കൂടി ഒട്ടി ഇരിപ്പുണ്ടായിരുന്നല്ലോ ഞങ്ങൾ വരുമ്പോ. സഞ്ജു ചിരി കടിച്ചമർത്തി ആദി ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒട്ടിയോ? ആദി നടത്തു നിർത്തി സഞ്ജുവിനെ ചെറഞ്ഞു നോക്കി. അല്ല, ഞാനൊരു ഗുമ്മ കിട്ടാൻ വേണ്ടി പറഞ്ഞ വീട്ടേക്ക്. ആദിയുടെ ഭാവം കണ്ടതും സഞ്ജു പെട്ടെന്ന് പറഞ്ഞു. ഇനിയും മാതിരി ഗുമ്മുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നാ നിന്നെ കാണാൻ പിന്നെ ഒരു ഗുമ്മുണ്ടാവില്ല, പറഞ്ഞേക്കാം. ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദി വീണ്ടും നടന്നു തുടങ്ങി. സത്യത്തിൽ അവൾ എന്താടാ പറഞ്ഞത്? സഞ്ജു വീണ്ടും ചോദിച്ചു. എന്തൊക്കെയാ പറഞ്ഞു? ആദി അലസമായി പറഞ്ഞു. തെറി വല്ലവണോടാ നിനക്കൊരു ഉരുണ്ടുകളി? സഞ്ജു സംശയത്തോടെ ആദ്യം നോക്കി. എങ്കിലവിടെ പല്ലവിടെ നിന്ന് പൊറുക്കി കൂട്ടി എടുക്കേണ്ടി വന്നേനെ. മുണ്ടൊന്ന് മടക്കി കുത്തി കൈകൊണ്ട് മുടിയുടെ കോതി ഒതുക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞു.
നന്ദി വേണടാ. ആള് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിന്റെ മുത്തച്ഛൻ നിന്റെ പപ്പും കൂടി അവിടെ തന്നെ ഇട്ട് വലിച്ചു പറിച്ചേനെ. സഞ്ജു മുഖം കൂട്ടിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അവള് പറയില്ലടാ. ആദ്യം ഒരു ചിരിയോടെ സഞ്ജുവിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ? സഞ്ജുവിനെ നെറ്റി വിളിഞ്ഞു. അന്നെന്നോട് അവൾ വിളിച്ചു പറഞ്ഞൊക്കെയും ഞാനും മുത്തച്ഛനോട് പറയല്ലോ. മാഷിന്റെ സൽഗുണ സമ്പന്നനായ കൃഷ്ണപ്രിയയുടെ സൗമ്യതയുടെ മുഖം മൂടി പൊഴിഞ്ഞു വീഴാൻ അവൾ അറിഞ്ഞുകൊണ്ട് അവസരം ഒരുക്കുവോ? ഇല്ല ഇല്ല. ഗൂഢമായ ഒരു ചിരിയോടെ ആദ്യം സഞ്ജുവിനെ നോക്കി. എടാ, എന്നാലും അവള് ചെയ്തൊരു... സഞ്ജു അപ്പോഴും പ്രിയയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഒരു തേങ്ങയുമല്ല, എന്നെ കയറി ചൊറിഞ്ഞാൽ ഞാനും നന്നായിട്ട് മാന്തി വിടുന്ന ആ മരം കറിക്ക് നന്നായിട്ട് അറിയാം. അത്ര തന്നെ. ആദ്യം യാതൊരു കൂസലുമില്ലാതെയാണത് പറഞ്ഞത്. സഞ്ജു പിന്നെയൊന്നും പറയാതെ അവനൊപ്പം നടന്നു. മൂവന്തി ചായം തേച്ച് മനോഹരമാക്കിയ സായാഹ്നം ആരോ വരച്ച് ചേർത്ത പോലെ കൺമുമ്പിൽ അതിമനോഹരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രകൃതി. ആ നാട്ടുവഴിയിലൂടെ തഴുകി കടന്നു പോകുന്ന കാറ്റിന് പോലും വല്ലാത്തൊരു വശ്യത. കുറച്ചു മുന്നേ നടന്നിരുന്ന മാഷും പ്രിയന്തും തിരിഞ്ഞു പോകുന്ന ഒരു വഴിയരികിൽ അവരെ കാത്തു നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതും ആദ്യം സഞ്ജുവും നടത്തതിന്റെ സ്പീഡ് കൂട്ടി. കരിനീല കളറുള്ള ഒരു ധാവണിയിൽ മുടി കുളിപ്പിന്നലോടെ വിടർത്തിയിട്ട് നെറ്റിയിൽ അല്പം നീട്ടി വരച്ചേർത്ത ചന്ദനക്കുറിയുടെ ബാക്കി തൊണ്ടക്കുഴിയിലും പരന്നിരിക്കുന്നു. തൊട്ടരികിലെത്തിയപ്പോഴാണ് ആദി പ്രിയയെ ശരിക്കും ശ്രദ്ധിച്ച്. നേരത്തെ അവളുടെ നോട്ടം തെറ്റിക്കാൻ ആദി സ്വീകരിച്ച അതേ മാർഗം തന്നെയാണ് പ്രിയയും സ്വീകരിച്ചത്. പ്രിയയുടെ ചുമ ഉയർന്നു കേട്ടതും ആദി ഞെട്ടിക്കൊണ്ട് നോട്ടം തെറ്റിച്ചു. അവളിലുണ്ടായിരുന്ന ചിരിയായിരുന്നു അവനൊട്ടും സഹിക്കാൻ വയ്യാത്തത്. ഇവർ ഈ വഴിക്കാ? വലതുവശത്തേക്കുള്ള നടപ്പുവഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാഷാണത് പറഞ്ഞത്. ആദി പ്രിയയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്തുകൊണ്ടാണ് ഇവളെ കാണുമ്പോൾ മാത്രം തൻ്റെ മനസ്സിലേക്ക് കാരണമറിയാത്തൊരു ദേഷ്യഭാവം കയറി വരുന്നത്? ആദി അതായിരുന്നു ചിന്തിച്ച്. പോട്ടെ മോളെ. മാഷ അവരെ നോക്കി യാത്ര പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ദൂരമുണ്ടോ നിങ്ങളുടെ വീട്ടിലേക്ക്? ആദ്യമൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടത് സഞ്ജു ചോദിച്ചു. ഇല്ല ബ്രോ, ഇച്ചിരി നടക്കാനേ ഉള്ളൂ. ഇന്ദുവാണ് മറുപടി പറഞ്ഞു. ആ ഒരൊറ്റ മറുപടിയിൽ സഞ്ജുവിന്റെ ആവേശം തണുത്തുറഞ്ഞു പോകുന്നു തൊട്ടരികിൽ നിന്ന് കണ്ടതും ആദ്യം അടക്കി ചിരിച്ചു. പോട്ടെ. പ്രിയ യാത്ര ചോദിക്കുന്ന പോലെ ആദ്യം മാഷിനെയും പിന്നെ ആ നോട്ട ആദിയുടെയും നേരെ തിരിഞ്ഞു. അവനൊന്നും മിണ്ടാതെ അവളെയും നോക്കി. നാളെ സ്കൂളിൽ വെച്ച് കാണാം സാർ. അവന്റെ അവഗണിക്കുന്ന ഭാവം കണ്ടതും പ്രിയ വിടാനുള്ള ഭാവമില്ലാത്ത പോലെ പറഞ്ഞു. സാറേന്നോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു വിളി? പ്രിയ ആദ്യം സംബോധന ചെയ്ത രീതിയിലുള്ള അസംതൃപ്തി കൊണ്ട് മാഷിന്റെ മുഖം ചുളിഞ്ഞു. അല്ല മാഷേ, അത് പിന്നെ... പ്രിയ എന്തോ പറയാമെന്ന് മാഷി കൈ ഉയർത്തി തടഞ്ഞു. ഇവൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്? ചോദ്യം പ്രിയോടായിരുന്നുവെങ്കിലും മാഷിന്റെ കൂർത്ത നോട്ടം ആദിയുടെ നേരെയായിരുന്നു. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല മുത്തച്ഛ. പ്രിയ എന്തെങ്കിലും പറയും മുന്നേ ആദ്യ ധൃതിയിൽ പറഞ്ഞു. ചോദ്യം നിന്നോടല്ല. മാഷിന്റെ സ്വരം കടുത്ത്. ഇല്ല മാഷേ, ഞാൻ വിളിച്ചതാ. ആദ്യം ഒന്നുകൂടി നോക്കിയിട്ടാണ് പ്രിയ മറുപടി പറഞ്ഞത്. എങ്കിലും ആ വിളി ഇനി വേണ്ട. ആദിത് മഹാദേവൻ എന്നൊന്ന് വിളിച്ച് ബുദ്ധിമുട്ടേയും വേണ്ട. ആദി, അത്രയും മതി. അതാ മോളെ ഭംഗി. ആദ്യം അത്യാവശ്യം ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയത് അവസാനമായപ്പോഴേക്കും മാഷി ചിരിയോടെ പറഞ്ഞ് പ്രിയ തലോടി. മാഷിന് അവൾ എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് ആദിക്ക് ഒന്നുകൂടി വ്യക്തമാവുകയായിരുന്നപ്പോൾ. പോയിക്കോന്നാ, ഇനി നിന്നാ വീട്ടിലെത്തുമ്പോൾ വല്ലാണ്ട് ഇരുട്ടും. മാഷ് ഓർമ്മിപ്പിച്ചതും തലയാട്ടിക്കൊണ്ട് പ്രിയ എന്തും കൂടി തിരിഞ്ഞടന്നിരുന്നു. വരുന്നില്ലേ? ഇത്തിരി മുന്നേ എത്തിയിട്ട് തിരിഞ്ഞെന്ന് മാഷ് വിളിച്ചു കേട്ടപ്പോഴായിരുന്നു ആദിയുടെയും സഞ്ജുവിന്റെയും കാലുകൾക്ക് പിന്നെ ജീവൻ വെച്ച്. ഷോ, നീ പറഞ്ഞപ്പോ ഞാനൊരു ചൊറിയൻ ജേമിനാ പ്രതീക്ഷിച്ച്. ഇതിപ്പോ സ്വീറ്റ് ആൻഡ് ഹോട്ട്. അമ്മോ, കണ്ണിലെ തീക്ഷ്ണത. ഇന്ദുവിന്റെ വർണ്ണന കേട്ടതും പ്രിയ ഒരു കയ്യിൽ പ്രസാദം പിടിച്ച് മറുകൈ നടുവിന് കുത്തിയ നടുവഴിയിൽ നിന്നുപോയി. എന്തേ? അവളുടെ നോട്ടം കണ്ടിട്ട് കാര്യം മനസ്സിലായിട്ടും ഇന്ദു ഒരു ചിരിയോടെ ചോദിച്ചു. അവൻ ഇത്രയും കലിപ്പിട്ടുണ്ടിട്ട് അവിടെ ഒരു സ്വീറ്റും സോഫ്റ്റും. പ്രിയ നിന്ന് കണ്ണുരുട്ടി. അതിപ്പോ നീയോ അങ്ങനെ തന്നെയല്ലേ അവനോട് പെരുമാറുന്നു? ഇന്ദു അവളെ നോക്കി പുരികം പൊക്കി. മോളൊരു കാര്യം ചെയ്യും, വീട്ടിൽ കല്യാണത്തിന് തിരക്ക് കൂട്ടുന്നുണ്ടെന്ന് പറയാൻ ഓടി വന്നല്ലേ. തൽക്കാലം വേറെ ചെക്കനെ തപ്പി വെറുതെ സമയം കളയണ്ട. ഇപ്പൊ കണ്ടിഷ്ടപ്പെട്ട ആ സ്വീറ്റ് ആൻഡ് സോഫ്റ്റിന് അഡ്രസ്സ് കൊടുത്തേക്ക് വീട്ടിൽ. എന്നിട്ട് ആ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ഒറ്റയ്ക്ക് അങ്ങോട്ട് അനുഭവിക്കുക. അല്ലേ പിന്നെ? ഒറ്റ വീർപ്പിനത് പ്രിയ പറഞ്ഞു കേട്ടതും ഇന്ദുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഉയ്യോ! അവൾ പ്രിയയെ നോക്കി. എന്തേ, വേണ്ടേ? പ്രിയ അവൾ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അത്രയൊന്നും സ്വീറ്റും സോഫ്റ്റും ഞാൻ എൻ്റെ പാർട്ട്ണറിനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല പ്രിയ മോളെ. പ്രിയയുടെ താടി പിടിച്ച് കൊഞ്ചിച്ചിട്ട് ഇന്ദു അത് ചോദിച്ചു. അവൾ ഗൗരവം മറന്നിട്ട് ഉറക്കെ ചിരിച്ചു പോയിരുന്നു. മാഷുണ്ടായിട്ടാ ഇന്നാൾ ഇത്രയും ഡീസന്റ്. ഇങ്ങനെയൊന്നും അല്ല മോളെ. ചീത്ത പറയുന്ന കേട്ടാ നമുക്ക് ആ തലവണ്ട കുത്തിപ്പൊട്ടിക്കാൻ തോന്നും. പതിയെ നടന്നുകൊണ്ട് പ്രിയ പറഞ്ഞതും ഇന്ദു ഒന്നും പറയാതെ അവൾ നോക്കിക്കൊണ്ട് തലയാട്ടി. എന്നിട്ട് പറ, എന്താ നിന്റെ തീരുമാനം? പറഞ്ഞു തിരുമുനെ കൃഷ്ണസ്തുതി പാടാൻ തിരുമേനി വന്ന് വിളിച്ചോണ്ടാ ആ ഫ്ലോ അങ്ങ് പോയി. പ്രിയ ചുണ്ടു വിളിക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലെന്താ, എത്ര നാൾ കൂടിയിട്ടാ നിന്റെ മനോഹരമായ ശബ്ദത്തിലൊരു സ്തുതി കേട്ട് എനിക്ക് എന്തോരം സന്തോഷമായിരുന്നു.
ഇന്ദു പ്രിയയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളും ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ അവൾ നോക്കി കണ്ണി ചിമ്മി കാണിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് സഞ്ജു വിയർത്തു കുളിച്ചു. ഹൃദയം ഇപ്പോൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടുമെന്ന് തോന്നിപ്പോയി അവന്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാടാ, കേട്ടില്ലല്ലോ. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നളിനിയുടെ നിലവിളി സഞ്ജുവിന്റെ നെഞ്ചിൽ അഗ്നി പോലെയാണ് പതിച്ച്. അവന്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ നേരെ പതിച്ച്. അപ്പുവിന്റെ തോളിൽ ചാരി ഇരിപ്പുണ്ട്. ഒന്നും പറയുന്നില്ലെങ്കിലും നീ കൊണ്ടുവിട്ടിരുന്നില്ല ഇങ്ങനെ വരുമായിരുന്നോടാ എന്നൊരു ചോദ്യം ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് തോന്നി സഞ്ജുവിന്. എഴുതി ആരെ വിളിച്ച്? എന്താ പറഞ്ഞ്? ഒരു കുതിപ്പിന് സഞ്ജു ലക്ഷ്മിയുടെ അരികിൽ പോയിരുന്നു. ഏട്ടൻ വിളിച്ചു. അവള് എത്തിയിട്ടില്ലെന്ന്. ഹോസ്റ്റലിൽ നിന്ന് ഏട്ടനെ വിളിച്ചു എന്ന് കണ്ണീർ തുടച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. അവളുടെ ഫോണ്, അതിലേക്ക് വിളിച്ചു നോക്കി ആരെങ്കിലും? പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് സഞ്ജു ധൃതിയിൽ ചോദിച്ചു. ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ് ചെറിയച്ചാ. കുറെ നേരമായിട്ട് ഞങ്ങളെല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പുവാണത് പറഞ്ഞത്. ആ പ്രതീക്ഷ അസ്തമിച്ച പോലെ സഞ്ജു വെറും നിലത്തേക്ക് ഇരുന്നു പോയി. നാശം പിടിക്കാം, ഏത് നേരത്തെ തനിക്ക് അവൾക്കും പോകുന്നില്ലെന്ന് പറയാൻ തോന്നിയത് സഞ്ജു കുറ്റബോധത്തോടെ ഓർത്തു. ഏട്ടനോട് പോയി? അങ്ങനെ ഇരുന്നുകൊണ്ട് യാതൊരു പരിഹാരമില്ലെന്ന് മനസ്സിലായതും സഞ്ജു നിലത്തുനിന്ന് എഴുന്നേറ്റ് ചോദിച്ചു. വീട്ടിൽ നിന്ന് നന്ദുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. എനിക്കറിയില്ല എങ്ങോട്ടാ പോയതെന്ന്. വല്ലാതെ തളർന്നുപോയ ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടതും സഞ്ജു കൂടുതൽ തളരുകയായിരുന്നു. എന്നാൽ ഇവിടുത്തെ എവിടെ പോയി ആവോ? താൻ കൊണ്ടുവന്ന വാശിക്ക് വഴിയിലെങ്ങാൻ പറ്റിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കായിരിക്കുമോ? സഞ്ജുവിന് അങ്ങനെയും തോന്നി. ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ സ്റ്റോപ്പ് മാത്രമാണ് ഇടയിലുള്ളത്. അപ്പു പറഞ്ഞ പോലെ വിളിച്ചാൽ കിട്ടുന്നതിലൊരു പ്രതീക്ഷ ഉണ്ടായിട്ടും സഞ്ജു ഒരു പ്രാവശ്യം നന്ദുവിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടി കേട്ടതും അവൻ നിരാശയിൽ തലകുടഞ്ഞു. എവിടെ പോയി തപ്പു എൻ്റെ ദൈവമേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.